നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായി സബരിയുമായി ബന്ധപ്പെടുന്ന ഏത് പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ചില ആളുകളെ ഓർക്കിടുന്നുണ്ട്. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയാൽ സബരിയുടെ കരുത്തായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ മാലിക് ഇത്തരം സന്ദർഭങ്ങളിൽ നിറസാന്നിധ്യമാവേണ്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ മാലിക്കിനെ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഭ്യുദയകാംക്ഷി സബരിയുടെ ഏറ്റവും നല്ല അഭ്യുദയകാംക്ഷികളിൽ ഒരാളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിമാഷ്, എൻ്റെ പ്രിയ സ്നേഹിതൻ അനി, ഈ സമയത്ത് അദ്ദേഹത്തെ ഞങ്ങൾ ഓർത്തു പോകുന്നു. ഞങ്ങളിൽ നിന്നും വിട്ടുപോയ ഈ രണ്ടുപേരുടെയും നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. സബരിയ പുന്നയൂർക്കുളത്തിൻ്റെ ഗ്രാമീണ പ്രദേശങ്ങളിൽ 25 വർഷത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സബരിയ, അത് ഏകദേശം 1 വർഷത്തോളമായി പ്രവാസി സബരിയ എന്ന പേരിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പുന്നയൂർക്കുളം സൈനുദ്ദീൻ്റെ ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നു എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം സബരിയയിലൂടെ നടത്തപ്പെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് സ്നേഹപൂർവ്വം അംഗീകരിക്കുകയായിരുന്നു സൈനുദ്ദീൻ. നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമായി പതിവിൽ നിന്നും വിപരീതമായി നമുക്ക് വേദിയിലുള്ള ഇരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയെയും കാഴ്ചകളെയും സ്വാഗതം ചെയ്യുന്നു. സദസ്സിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ആദ്യമായി ഉദ്ഘാടകൻ ശ്രീ രമേശ് പയ്യന്നൂരിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏഷ്യാനെറ്റ് പ്രോഗ്രാം ഡയറക്ടർ ശ്രീ രമേശ് പയ്യന്നൂർ. നാം ദിവസവും ഇദ്ദേഹത്തിൻ്റെ ശബ്ദം ശ്രവിക്കാറുണ്ടായിരിക്കും. ഏഷ്യാനെറ്റിൻ്റെ റേഡിയോ ചാനലിലൂടെ പല പരിപാടികളിലായിട്ട് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ സംസാരം ചിലപ്പോൾ ചില ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ ചില ഓൺലൈൻ പ്രോഗ്രാമിൽ ചില ആളുകൾ ഡയറക്റ്റ് വിളിച്ച് വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില ശബ്ദത്തിൻ്റെ വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നല്ലൊരു അവതാരകനാണ് ശ്രീ രമേശ് പയ്യന്നൂരിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിസാർ സയ്യിദ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അതിലുപരിയായി പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് കൈരളി ചാനലിൽ മക്കയിലേക്കുള്ള പാത എന്ന പ്രോഗ്രാം വളരെ രസകരമായി അവതരിപ്പിച്ച് നമ്മളുടെ എല്ലാം അംഗീകാരം പിടിച്ചു പറ്റിയ ശ്രീ നിസാർ സയ്യിദിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ചാനൽ ബ്യൂറോ ചീഫ് എൽവിസ് ചുമാറിനെയും
ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹം ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മൾ പോയി കാണുന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് അദ്ദേഹത്തിന്റെ. അത് അഭിനന്ദിക്കുന്നു, കാണാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ രൂപയുടെ മൂല്യം തകർച്ച, അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ രൂപയുടെ മൂല്യം തകർച്ചയെ കുറിച്ച് എൽവിസ് ചുമ്മാർ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകുമെന്ന് വിചാരിച്ചാൽ ആ എത്രത്തോളം നമ്മുടെ രൂപ താഴ്ചയിലേക്ക് പോകുന്നു എന്നുള്ളതിൽ വളരെ വിശദമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് എനിക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബൈജു ഭാസ്കർ, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ബൈജു ഭാസ്കറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അനൂപ് കീച്ചേരി, സൂപ്പർ FM വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സാദിഖാവിൽ, അതോടൊപ്പം തന്നെ സൈനുദ്ദീൻ ജലീൽ പട്ടാമ്പിയെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ മുഖ്യ വ്യക്തിത്വത്തിന്റെ ഉടമ പുന്നയൂർക്കുളം സൈനുദ്ദീനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുന്നയൂർക്കുളം സൈനുദ്ദീൻ 86-87 കാലഘട്ടത്തിൽ പുന്നയൂർക്കുളം വന്നേരി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്ന് സൈനുദ്ദീൻ അവിടെ പഠിക്കാൻ ഇടയില്ല എങ്കിൽ കൂടിയും അന്ന് അദ്ദേഹത്തിന്റെ ഏതോ ഒരു കൃതി ഏതോ ഒരു പേപ്പറിൽ വന്ന് ചർച്ചാ വിഷയമായ ഭാഗം ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പൊ അന്ന് മുതലേ അദ്ദേഹം എഴുതി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും എവിടെ വെച്ചോ അദ്ദേഹത്തിന് എഴുത്ത് നഷ്ടപ്പെട്ടുണ്ടാവാം, അല്ലെങ്കിൽ എഴുത്ത് വളരെ കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരിക്കാം, എഴുത്തിന് വേണ്ടി അവസരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കില്ല, സമയം കിട്ടുമ്പോഴേ എഴുതിയിട്ടുണ്ടായിരിക്കുള്ളൂ. കാരണം വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇപ്പോഴും ഒരു പ്രവാസി എഴുത്തുകാരനായി മാത്രമേ അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പുന്നയൂർക്കുളത്തിന്റെ ഈ എഴുത്തുകാരനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി പുന്നയൂർക്കുളം സബരിയുടെ പ്രവാസി സബരിയുടെ പ്രസിഡന്റ് ഷംസുദ്ദീൻ വെള്ളപ്പറമ്പിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജലീൽ പട്ടാമ്പിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും തന്നെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള സദസ്യരെ, സബരിയ കുടുംബാംഗങ്ങളെ, ദുബായിലെ തിക്കും തിരക്കും പിടിച്ച ജീവിത ഓട്ടപ്പാച്ചിലിനിടയിൽ മധുരം നിറഞ്ഞ സർവാത്മമായ ഈ മുഹൂർത്തത്തിൽ നാം സാക്ഷിയാകുന്നത് ശ്രീ പുന്നയൂർക്കുളം സൈനുദ്ദീൻ രചിച്ച അദ്ദേഹത്തിൻ്റെ പുതിയ നോവലായ ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നു എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമെന്ന മഹനീയ ചടങ്ങിലാണ്. ശ്രീ പുന്നയൂർക്കുളം സൈനുദ്ദീനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ പ്രവാസ ലോകത്ത് വലിയ രീതിയിൽ പരിചയപ്പെടുത്തണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പ്രവാസ ലോകത്ത്
സാഹിത്യ കലാരംഗത്ത് അദ്ദേഹം ഒരു നിറസാന്നിധ്യമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുൻകാല രചനകളും നോവലുകളും വായിക്കുന്ന നമുക്കും പല പ്രവാസ ലോകത്തും ഇന്ത്യയിലും മറ്റ് പല ഭാഗങ്ങളിലായി അദ്ദേഹത്തിന്റെ ബുക്കുകൾ നാം വായിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ വേളയിൽ അദ്ദേഹത്തെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രവാസ ലോകത്ത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായി പിറന്ന നാടും വീടും വിട്ട് ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് നന്മയും ഉന്മയും നേടിയെടുക്കാൻ വേണ്ടി അഹോരാത്രം പാടുപെടുന്ന നമുക്ക് ഇത്തരം സന്ദർഭങ്ങൾ സാഹിത്യ സാംസ്കാരികമായ ഈ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ രചനകളോടൊപ്പം കുറച്ച് സമയം കഴിഞ്ഞുകൂടാൻ പറ്റുന്നു. ആ രചനകൾ നമുക്ക് തരുന്ന മലയാളത്തിന്റെ മണവും മധുരവും നമുക്ക് അദ്ദേഹം ഈ വേളയിൽ തരുന്നു എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷപൂർവ്വം സ്മരിക്കാവുന്നതാണ്. സബരിയെ കുറിച്ച് പറയുമ്പോൾ സ്വാഗതം പറഞ്ഞ അദ്ദേഹം പറഞ്ഞു സബരിയുടെ ചില കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും മറ്റു പലതും അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. തൃശ്ശൂർ ജില്ലയിലെ പുന്നൂർകുളത്ത് ഒരു ചെറിയ കൂട്ടായ്മയായി രൂപം കൊണ്ട സബരിയ ഒരു സാധാരണ യുവസമൂഹത്തിൽ നിന്നും ഒരു ചെറിയ 4-5 പേരുകൾ മാത്രം ഒരുമിച്ചിരുന്ന് പണ്ടുകാലങ്ങളിലെല്ലാം നമുക്ക് ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ നമ്മൾ സാധാരണ കണ്ടെത്തിയിരുന്ന സ്ഥലങ്ങൾ ചായപീടികയുടെ ബെഞ്ചോ അല്ലെങ്കിൽ ഒരു മരത്തണലിലോ അങ്ങനെ ഏതെങ്കിലും പീടിക തിണ്ണ അങ്ങനെ ഇതെല്ലാമായിരുന്നു ഒരു കൂട്ടായ്മയുടെ ആരംഭം പണ്ടുകാലങ്ങളിൽ. ഈ സബരിയുടെ ഈ രൂപീകരണവും ഇത്തരം ഒരു സന്ദർഭത്തിൽ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ രൂപം കൊണ്ട ഒരു ആശയമായിരുന്നു സബരി. പക്ഷേ സബരിയുടെ മുദ്രാവാക്യം ഒരു ഗ്രാമത്തിന്റെ തൊടിപ്പറിഞ്ഞ് ആ ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ആ ഗ്രാമത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെ അതിന്റെ പ്രവർത്തനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആശയം ഞങ്ങളിൽ ഉണ്ടായപ്പോൾ അതിന് ആ ഗ്രാമങ്ങളിലെ ജനങ്ങൾ നൽകിയ ഒരു വലിയ സമ്മാനമായിരുന്നു ഞങ്ങൾക്ക്. ആ ഒരു സന്ദർഭത്തിൽ തുടങ്ങി വെച്ച ആ സംഘടന ഇന്ന് സ്വന്തമായ ഒരു കെട്ടിടവും പുന്നൂർകുളം പഞ്ചായത്തിലെ അറിയപ്പെടുന്ന ഒരു ലൈബ്രറി സബരിയ ഗ്രാമീണ ഗ്രന്ഥശാല എന്ന ലൈബ്രറി കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇന്ന് വായനാ ലോകത്ത് നിന്നും യുവസമൂഹം പിറകോട്ട് പോകുന്ന ഒരു ഘട്ടം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഈയിടെ വന്നിട്ടുണ്ടായിരിക്കാം. എന്നാലും വായനാ ലോകത്തേക്ക് യുവസമൂഹത്തെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നല്ല കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിന് വേണ്ടി നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം യുവസമൂഹം ചെന്നെത്തിപ്പെടുന്ന പല അസന്മാർഗിക പ്രവർത്തനങ്ങളിലും പല ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത പല വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം ആ വീടിനും നാടിനും ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ അവരുടെ ജീവിതം തന്നെ ജയിലറകൾക്കുള്ളിൽ കഴിഞ്ഞു പോകുന്ന ഈ ഒരു അവസ്ഥയിൽ ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ നാടിനും കുടുംബത്തിനും നാട്ടുകാർക്കും ഗുണകരം ചെയ്യുമെന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു സംഘടനയായിട്ടാണ് സബരി ഇന്ന് വളർന്നു പറഞ്ഞിട്ട് നിൽക്കുന്നത്. കാരണം അതിന് വളർച്ചയ്ക്ക് വെള്ളവും വളവും ചെറുക്കിയത് ആ നാട്ടിലെ ജനങ്ങളാണ്. ആ നാട്ടുകാരാണ് ഈ സംഘടനയെ വളർത്തിയത്. ആ നാട്ടിലെ പല പ്രശ്നങ്ങളിലും ഇന്ന് സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്ത് സബരിയ പല മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആ മുദ്രാവാക്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുവാൻ സബരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു പ്രവർത്തനമാണ് ഇന്നും നാട്ടിലെ ജനങ്ങളുടെ നിന്നും ഈ സബരിക്ക് വേണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നതും സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഈ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സബരിക്ക് ഈ പ്രവാസ ലോകത്ത് കിട്ടിയ ഒരു വേദിയായിട്ടാണ് ആദ്യത്തെ വേദിയായിട്ടാണ് ഞാൻ ഈ ശ്രീ പുന്നൂർകുളം സൈനുദ്ദീന്റെ ഈ പുസ്തക പ്രകാശന ക്രമത്തെ കാണുന്നു. കാരണം സബരിയെ വളരെ അടുത്ത കാലഘട്ടത്തിലാണ് സമയത്താണ് ഈ രൂപം കൊണ്ടതും പ്രവാസി സബരി എന്ന പേരിൽ ഇവിടെ രൂപം കൊണ്ടതും
അതിന്റെ പ്രവർത്തനങ്ങൾ ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവിടെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ ചില പ്രവർത്തനങ്ങൾ നാട്ടിൽ ഇവിടെ നിന്നും എത്തിച്ചു കൊടുക്കുകയും അത് വേണ്ടതിന് അവിടെ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ സഭയുടെ പ്രവർത്തനം ആരംഭിച്ച് ഇനിയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളതും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞാൻ കൂടുതൽ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ പുന്നയൂർക്കുളം സൈനുദ്ദീൻ അദ്ദേഹത്തെ ഒരു കഥാകൃത്ത് എന്ന നിലയിൽ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് പ്രവാസ ജീവിതം ആരംഭിച്ചതിന് ശേഷമാണ്. കാരണം അദ്ദേഹം സ്കൂളിൽ പോകുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഭാവനകൾ, നമുക്കെല്ലാവർക്കും ഭാവനകൾ തുടങ്ങും. എവിടെ നിന്ന് തുടങ്ങും? ചിലപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളെ പറ്റി നമ്മൾ വർണ്ണിക്കാറുണ്ട്, ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ആട്ടിൻകുട്ടിയെ പറ്റി നമ്മൾ വർണ്ണിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഭാവനകൾ പല തരത്തിൽ നിന്നും ആരംഭിക്കുമ്പോൾ ശ്രീ സൈനുദ്ദീൻ പുന്നയൂർക്കുളത്തിന്റെ ഭാവന അദ്ദേഹം ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് പറഞ്ഞു കേട്ടത് അദ്ദേഹത്തിന്റെ ഗ്രാമത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ഒപ്പുകൾ എന്ന ഗ്രാമത്തെ കുറിച്ച് ആദ്യം വർണ്ണിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള സൈനുദ്ദീൻ പുന്നയൂർക്കുളത്തിന്റെ ഭാവനകൾ തുടങ്ങിയത്. പിന്നീട് പ്രവാസ ജീവിതം സ്വീകരിച്ച അദ്ദേഹം എന്നേക്കാൾ മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ രചനകളൊന്നും അദ്ദേഹത്തെ തന്നെ ഒരു അറിയാൻ പാടില്ലാത്ത ഒരു രീതിയിൽ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോയെങ്കിലും പ്രവാസ ലോകത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം കുറെ നാളുകൾ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പത്രങ്ങളിലൂടെയും മറ്റും കാണാൻ കഴിഞ്ഞു. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പുസ്തക പ്രകാശന കർമ്മത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ വേദിയിൽ ഇപ്പോൾ എത്തിയിട്ടുള്ള ബഹുമാന്യ വ്യക്തികൾ, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന പല വ്യക്തികൾ, എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കൂടി എനിക്ക് മാധ്യമരംഗത്ത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ രമേശ് പയ്യന്നൂർ, ശ്രീ നിസാർ സാഹിബ് എന്നീ വ്യക്തികളോട് എനിക്ക് പ്രത്യേകമായി ഒരു അദൃശ്യമായ ഒരു സ്നേഹമുള്ള ആളാണ് ഞാൻ. കാരണം ഞാൻ അദ്ദേഹം നേരിട്ട് കാണുകയോ മുൻപ് പരിചയപ്പെടുകയോ ചെയ്തിട്ടില്ല. എങ്കിലും അവരോടുള്ള ആ സ്നേഹവും ബഹുമാനവും ഈ ഒരു വേദിയിൽ എനിക്ക് കിട്ടിയ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അടുത്തതായി എന്റെ വാക്കുകൾ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ പുസ്തക പ്രകാശന കർമ്മത്തിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവർക്കും, സദസ്യർക്കും, ബഹുമാന്യ വ്യക്തികൾക്കും, സ്റ്റേജിലെ അതിഥികൾക്കും എല്ലാവർക്കും എന്റെ പേരിൽ ഞാൻ സ്വാഗതം, നന്ദിയും അറിയിച്ചുകൊണ്ട് അടുത്തത് നമ്മുടെ കർമ്മമായ ഉദ്ഘാടനം ശ്രീ രമേശ് പയ്യന്നൂർ, അദ്ദേഹം ഏഷ്യൻ റേഡിയോ പ്രോഗ്രാം ഡയറക്ടർ, മലയാളികൾക്ക് ഒരു വലിയ പരിചയപ്പെടുത്തൽ അദ്ദേഹത്തെ വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. കാരണം ആ ശബ്ദം ദിവസവും പല പ്രാവശ്യവും നമ്മുടെ കാതുകളിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദമാണ്. ഇവിടെ സാമൂഹിക സാംസ്കാരിക കലാരംഗത്ത് നിറ സാന്നിധ്യമാണ് ശ്രീ രമേശ് പയ്യന്നൂർ. അദ്ദേഹത്തെ ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ഞാൻ ക്ഷണിച്ചു കൊള്ളുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ എൽവിസ് ചുമ്മാർ, അദ്ദേഹം ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ നിറ സാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. സദസ്സിലിരിക്കുന്ന ശ്രീ പുന്നയൂർക്കുളം സൈനുദ്ദീൻ, എൻ്റെ ബഹുമാന്യ മാധ്യമരംഗത്തെ സുഹൃത്തുക്കളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നു, അതാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. പേര് കേട്ടാൽ തന്നെ നമുക്ക് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമായിട്ട് തോന്നുകയും ആ പുസ്തകം വാങ്ങാൻ താല്പര്യം ജനിപ്പിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഓൺലൈനിൽ പലതും സംഭവിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ശ്രീജയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്,
ശ്രീജ ഏത് രീതിയിലാണ് സൈനുദ്ദീൻ ഈ കഥയിലൂടെ കൊണ്ടുപോകുന്നതെന്ന് അറിയാനുള്ള ഒരു താല്പര്യം സ്വാഭാവികമായിട്ടുണ്ടാകും. ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും ഞാനും ആദ്യം വായിച്ചത് ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നു എന്ന കഥയാണ് ആദ്യം വായിച്ചത്. അതിനുശേഷമാണ് മറ്റു കഥയിലേക്ക് പോയത്. കാരണം ഈ പുസ്തകത്തിൻ്റെ പേര് കൂടെ അതായതുകൊണ്ട് ആ കഥ എങ്ങനെയാണ് എന്താണ് എന്നറിയാനുള്ള ഒരു തിടുക്കം, ഒരാകാംക്ഷ എനിക്കുണ്ടായിരുന്നു. ശ്രീ പുനീർകുളം സൈനുദ്ദീൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. നിത്യവും വിളിക്കുകയും പുസ്തകങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചും കഥാകാരന്മാരെക്കുറിച്ചും സാഹിത്യകാരന്മാരെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും ഒക്കെ എന്നും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം. എന്തെങ്കിലും തിരക്കിലാണ് ഞാനെങ്കിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ അതറിയാം. ഒരുപക്ഷെ എൻ്റെ ശബ്ദത്തിൽ ചിലപ്പോൾ അറിയും തിരക്ക്. ഇപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നീട് വിളിക്കും. ചിലപ്പോൾ രാത്രിയൊക്കെ വിളിച്ചിട്ട് വിശദമായിട്ട് പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ഫോണിലൂടെയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. മുമ്പ് സൈനുദ്ദീൻ്റെ ഒരു പുസ്തകം പുറത്തിറക്കുമ്പോൾ ആ പുസ്തകം പരിചയപ്പെടുത്തിയത് ഞാനായിരുന്നു വേദിയിൽ. അപ്പം അതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടും തിടുക്കത്തോടും കൂടിയാണ് ഈ പുസ്തകവും ഞാൻ വായിച്ചത്. ഇതിലെ പല കഥകളും മരുഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ വളരെ പ്രസക്തിയുള്ള കാലിക പ്രസക്തിയുള്ള ഇന്നത്തെ ഈ സമയത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചുറ്റും നടക്കുന്ന ആത്മഹത്യകൾ, ഇതിൽ ആത്മഹത്യകളുടെ നഗരം എന്നൊരു കഥ തന്നെയുണ്ട്. ആ കഥ എൻ്റെ നാട്ടുകാരി കൂടിയായ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ നിന്നാണ് ആ കഥയുടെ തുടക്കം തന്നെ. നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ചില പേരുകൾ, ആത്മഹത്യയിൽ നിന്നും കടക്കണിയിൽ നിന്നും ആൾക്കാരെ രക്ഷിക്കുന്ന ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ കഥയിൽ പേര് മാറ്റി സൈനുദ്ദീൻ അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയായിരുന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് പേരെ ആത്മഹത്യയിൽ നിന്ന് കരകയറ്റുകയും ഒരുപാട് പേരെ കടക്കണിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്ത ആൾ തന്നെ ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ ഗൾഫ് മണ്ണിൽ നടക്കുന്ന വല്ലാത്തൊരു ദുരന്തമാണ് എന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെയാണ് ഈ ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നു എന്ന കഥയും. ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നു എന്ന കഥ, ആ കഥയിലെ കഥാകാരൻ കഥയുടെ പകുതി വരെ നമുക്ക് വല്ലാത്തൊരു ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ശ്രീജയ്ക്ക് ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരുടെ മനസ്സിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഈ രീതിയിൽ എന്തെങ്കിലും സംഭവിക്കണം, എന്നിട്ട് ആ കഥയിൽ എങ്ങനെ അത് കൊണ്ടുപോകുന്നെന്ന് അറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ കഥാകാരൻ നമ്മളെ പകുതിയിൽ നിന്ന് വഴിതെറ്റിച്ചാണ് പിന്നെ കൊണ്ടുപോകുന്നത്. പക്ഷേ കഥാകാരൻ്റെ മനസ്സിൻ്റെ നന്മ കഥയുടെ അവസാന ഭാഗത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് സൈനുദ്ദീൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നന്മയായിട്ട് ഞാൻ കരുതുന്നു. അത് അദ്ദേഹത്തിന് എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. സൈനുദ്ദീൻ്റെ 25ഓളം കഥകളാണ് 94 പേജുള്ള ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ 25 കഥകൾ എന്ന് പറയുന്നത് ഓരോ കഥകളും 2 പേജ് 3 പേജ് പരമാവധി 4 പേജുള്ള കഥകളാണ്. ഒരു കഥ 3 പേജിലോ 4 പേജിലോ ഒക്കെ ഒതുക്കുക എന്ന് പറയുന്നത് ഒരു കഥാകാരൻ്റെ കഴിവ് തന്നെയാണ്. പലപ്പോഴും പരത്തിപ്പറയലാണ് പല കഥാകാരന്മാരുടെയും വല്ലാത്ത ഒരു ദൗർബല്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് കഥ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും വിശദമായിട്ട് പറയുന്ന രീതി, ആ രീതിയാണ് സൈനുദ്ദീൻ പലപ്പോഴും തൻ്റെ കഥകളിൽ പ്രയോഗിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കാര്യത്തിൽ സൈനുദ്ദീൻ ഒരു പക്ഷേ ഈ പ്രവാസ ലോകത്തായത് കൊണ്ടായിരിക്കാം അത്രയൊന്നും അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്താത്തത്. ഒരുപക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ അംഗീകാരങ്ങൾ സൈനുദ്ദീനെ തേടിയെത്തിയേനെ. ഒരുപക്ഷെ പ്രവാസ രചന എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന കുറേ എഴുത്തുകാരുണ്ട്. അതിലൊക്കെ പെടുന്ന ആളാണ് പുന്നയൂർക്കുളം സൈനുദ്ദീനും. അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വിശദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഒരു കഥയിൽ തന്നെ അദ്ദേഹം 3-4 കഥകളുടെ ചെറിയ അംശങ്ങൾ ഇട്ട് വയ്ക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ ഭാവനയിലേക്ക് അത് വലിയ കഥകൾക്കുള്ള ഒരു സന്ദർഭങ്ങൾ വീണ് കിട്ടുന്ന കാര്യമാണ്. അതെല്ലാം ഈ വാക്കുകൾ എങ്ങനെ പ്രയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഓരോ എഴുത്തുകാരനാണ്. ചില എഴുത്തുകാർ വളരെ വിശദമായിട്ട് പറയും. ചില എഴുത്തുകാർ ഒരക്ഷരത്തിൽ അല്ലെങ്കിൽ ഒരു വാചകത്തിൽ 5-10 വാചകങ്ങളിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ എഴുതി തീർക്കും. അതാണ് എഴുത്തുകാരൻ്റെ കഴിവെന്ന് പറയുന്നത്. MT വാസുദേവൻ നായർ പോലെയുള്ള വലിയ മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരൊക്കെ പ്രയോഗിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. 10-15 വാചകങ്ങളൊക്കെ MT ഒക്കെ 2 വാക്കിലൊക്കെ പ്രയോഗിച്ച് കളയും. അതൊക്കെ വലിയ കഥാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സാധ്യമായ ഒന്നാണ്. അതിൻ്റെ ചെറിയ ചില അംശങ്ങൾ സൈനുദ്ദീനിൽ ഞാൻ കാണുന്നുണ്ട്. കാരണം അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചാണ് കഥകളൊക്കെ മെനഞ്ഞെടുത്തിട്ടുള്ളത്.
ഈ വാക്കുകൾക്ക് അത്രയും ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കഥ മെനഞ്ഞെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ തമിഴകത്തെ പ്രാമാണിക ഗ്രന്ഥമായ തിരുക്കുറൾ വായിച്ചുള്ളവർക്ക് അറിയാം. തിരുക്കുറളിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഒരു പുസ്തകം, എങ്ങനെയായിരിക്കണം ഒരു വാക്ക്, എങ്ങനെയായിരിക്കണം ഒരു വാചകം. അതിൽ പറഞ്ഞിട്ടുള്ളത് കടുകയെ തുളയത്തേഴ് കടലേ പുകട്ടി കുറുകെ തറുത്ത കുറൾ എന്നാണ് അതിൽ പറയുന്നത്. എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞു വെച്ചാൽ കടുക് തുളച്ച് അതിൽ 7 കടലിനെ ഉൾക്കൊള്ളിച്ച് 7 ആഴിയെ ഉൾക്കൊള്ളിച്ച് ഏഴ് ആഴിയെ എങ്ങനെ ഉൾക്കൊള്ളിക്കാൻ കഴിയും, എന്നിട്ടത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക. അങ്ങനെ ആയിരിക്കണം വാക്കുകൾ എന്നാണ് പറയുന്നത്. ഒരു കടുകുമണിയുടെ വലിപ്പം നമുക്കറിയാം. ഒരു കടുകുമണിയുടെ ഇത്രയും വലിപ്പമുള്ള ഒരു കടുകുമണിക്കകത്ത് 7 കടലിനെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ അത്രയും ശക്തി ഉണ്ടായിരിക്കണം വാക്കുകൾക്ക്. അതാണ് തിരുക്കുറളിൽ പറയുന്നത്. തിരുക്കുറളാണ് കൃത്യമായിട്ട് ഒരു വാചകം എങ്ങനെ ആയിരിക്കണം, ഒരു കഥ എങ്ങനെ ആയിരിക്കണമെന്നും, ഒരു നോവൽ എങ്ങനെ ആയിരിക്കണമെന്നും, ഒരു അക്ഷരം എങ്ങനെ എഴുതണമെന്നും, ഒരു വാചകം ശക്തമായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ പറയുന്ന കാര്യമാണ് ഈ തിരുക്കുറളിലെ കാര്യം ഞാനിവിടെ കോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ശക്തമായിട്ടുള്ള വാക്കുകളിലൂടെ, വാചകങ്ങളിലൂടെ ഒരു കഥയിൽ തന്നെ 4-5 കഥകൾ ഒളിപ്പിച്ച് വെച്ചാണ് സൈനുദ്ദീൻ കഥകളൊക്കെ എഴുതിയിട്ടുള്ളത്. ആ ഒരു കഥ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഒരുപാട് ഇനി എഴുതാനുണ്ടല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. ചിലപ്പോൾ നമ്മുടെ ഈ വായിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഭാവന വിരിയുകയുള്ളൂ. നമ്മളൊരു TV കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുമ്പോഴോ നമ്മുടെ ഭാവനയൊന്നും വിരിയില്ല. വായിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വായനക്കാരൻ്റെ ഭാവന വിരിയുകയുള്ളൂ. അപ്പം അവിടെയാണ് വായനക്കാരൻ്റെ ഭാവന വിരിയുന്നുണ്ടെങ്കിൽ എഴുത്തുകാരൻ അവിടെ വിജയിച്ചു എന്നാണ് അർത്ഥം. അതിൽ സൈനുദ്ദീൻ ഒട്ടൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള കഥകളും ഇതിലെ കഥകളും, ഹാഗോപ്പ് എന്നൊരു കഥയുണ്ട്. ആ ഹാഗോപ്പ് എന്ന കഥ നമ്മളെ വല്ലാതെ മുറിപ്പെടുത്തുന്ന ഒരു കഥയാണ്. ഈ മരുഭൂമിയിൽ മനുഷ്യന്മാർക്കൊന്നും ഒരു വിലയില്ലാതെ പോകുന്നു, ആടിനെ മേയ്ക്കുന്നവർക്കും ഒട്ടകത്തെ മേയ്ക്കുന്നവർക്കൊന്നും ഒരു വിലയില്ലാതെ പോകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന കഥയാണ്. നമ്മൾ മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ പോകുന്നു എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവൻ്റെ ദയനീയമായ ജീവിത സാഹചര്യം കൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ അടിഞ്ഞ് മരിച്ചു പോകാൻ വിധിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ ഹാഗോപ്പ് എന്ന കഥയിൽ കൊണ്ടുവന്നിരിക്കുന്നത് സൈനുദ്ദീൻ. അത് വായിച്ചപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള കുറേ ജീവിതങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നപ്പോഴാണ്. ഈ കഥകളിൽ കൂടുതലും ഈ മരുഭൂമിയെ അടിസ്ഥാനമാക്കിയിട്ട് സൈനുദ്ദീൻ രചിച്ച കഥകളാണ്. അതൊക്കെ വളരെ ശക്തമായ രീതിയിൽ വായനക്കാരിലെത്തണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതിനുവേണ്ടി പ്രവാസി സബര്യ അതുപോലെ തന്നെ DC ബുക്സൊക്കെ വേണ്ട രീതിയിൽ നടപടികൾ സ്വീകരിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടെ എനിക്ക് മുമ്പോട്ട് വയ്ക്കാനുണ്ട്. എല്ലാവരും ഈ പുസ്തകം ദയവേത് വായിക്കണം. ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നുള്ള പുസ്തകം വായിക്കണം. അതിലെ എല്ലാ കഥയും നിങ്ങളെ പിടിച്ചിരുത്തും. ഒരു കഥ വായിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് അത് വായിച്ച് തീരാതെ നിങ്ങൾ മറ്റൊരു പണിക്കും പോവില്ല. കാരണം അത്രയും തന്മയത്വമായിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലാണ് സൈനുദ്ദീൻ്റെ രചനയൊക്കെ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു എഴുത്തുകാരൻ, ഇങ്ങനെയൊരു കഥാകാരൻ നമുക്കിടയിൽ ജീവിക്കുന്നു എന്നുള്ളത് ഈ പ്രവാസ ലോകത്തിന് അഭിമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെ സമ്മതത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി കൂടെ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും നല്ല കുറേ രചനകൾ, ഇതുപോലെയുള്ള നല്ല രചനകൾ, ഇതിൽ പല കഥാപാത്രങ്ങളും നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മളും കാണുന്നുണ്ട് കഥാപാത്രങ്ങളെ, നമ്മളും പലരെ അറിയുന്നുണ്ട്. പക്ഷേ അതെല്ലാവർക്കും എഴുതാൻ പറ്റിയെന്ന് വരില്ല. സൈനുദ്ദീന് അത് കൃത്യമായിട്ട് എഴുതി അവതരിപ്പിക്കാൻ പറ്റുന്നു. അവിടെയാണ് ഒരു കഥാകാരൻ്റെ വിജയം. ആ കഥാകാരന് എല്ലാവിധ വിജയ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. പുസ്തക പരിചയം. ശ്രീ ജലീൽ പട്ടാമ്പി, അദ്ദേഹം എഡിറ്റർ ഇൻ ചീഫ്, ചന്ദ്രികയുടെ എഡിറ്ററാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചോളും. വേദിയിലെ ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് എൽവിസ് ചുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകരായ നിസാർക്ക രമേശേട്ടൻ, ഗ്രന്ഥകാരൻ സൈനുദ്ദീൻ പുന്നേർക്കുളം, ബൈജു ഭാസ്കർ, സാദിഖ് കാവിൽ, ഷംസുദ്ദീൻ റഫീഖ്. പുസ്തക പരിചയം എന്ന ഒരു പാതകത്തിന് ഞാൻ മുതിരുന്നില്ല. MC രാജനാരായണനെ പോലെ പ്രമുഖനായ ഒരാൾ വിലയിരുത്തി കഴിഞ്ഞ ഒരു ഗ്രന്ഥമാണിത്. സൈനുദ്ദീൻ പുന്നേർക്കുളം ഒരു സുപ്രഭാതത്തിൽ എഴുത്ത് തുടങ്ങിയ ആളല്ല. എത്രയോ വർഷങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം.
ഞാനിവിടെ UAE എത്തിയിട്ട് 13 വർഷം പിന്നിട്ടു. ആദ്യ കാലഘട്ടങ്ങളിൽ പരിചയപ്പെട്ട ആളുകളിൽ ഒരാളാണ് സേനുക്ക. കാരണം ഞാൻ മുമ്പ് പ്രവർത്തിച്ചിരുന്ന മാധ്യമത്തിൽ കഥകളും ലേഖനങ്ങളുമൊക്കെയായി അദ്ദേഹം എത്താറുണ്ടായിരുന്നു. ആ ഒരു പരിചയം എനിക്ക് അദ്ദേഹവുമായുമുണ്ട്. രചനയിൽ വളരെ കൃത്യമായ നിഷ്ഠയും ഒരു ധ്യാനവും ഒക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ് സേനുക്ക എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു കഥ കവിതയായി ആസ്വദിക്കപ്പെടുക എന്നത് ആ സൃഷ്ടിയെ കുറച്ച് മേലേക്ക് ഉയർത്തുന്ന ഒരു കാര്യമാണ്. ഒരു വാഴപ്പഴം കഴിക്കാൻ ആഗ്രഹിക്കുന്നവന് ഒരു ആപ്പിൾ പഴം കഴിക്കാനുള്ള അവസരമുണ്ടാവുക എന്ന് പറയുന്നത് പോലെയാണ് അത്. ഒരു രുചി തേടുന്നവന് മറ്റൊരു വിശേഷപ്പെട്ട രുചി ലഭിക്കുന്നു. പുന്നേർക്കുളം സൈനുദ്ദീൻ്റെ ഓൺലൈനിൽ ശ്രീജ വിളിക്കുന്നു എന്ന സമാഹാരത്തിലെ ആദ്യ സൃഷ്ടി ഹാഗോപ്പ്, ഈ അനുഭവമാണ് ശരിക്കും പകർന്നു തരുന്നത്. നമ്മൾ ഒന്ന് ആഗ്രഹിച്ച് പുസ്തകം വായിക്കുമ്പോൾ അതിനേക്കാൾ വിശേഷപ്പെട്ട ഒരു അനുഭവ തലം അത് സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൻ്റെ പേര് ഹാഗോപ്പ് എന്നാണ് ഇടേണ്ടിയിരുന്നതെന്ന്. കാരണം അത്രമാത്രം തീക്ഷ്ണമായ ഒരു അനുഭവ പശ്ചാത്തലം ഈ കഥ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. സഹപ്രവർത്തകനെ തേടി മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് അലയുന്ന ഒരാളുടെ രക്തമുറയുന്ന വികാര വിചാരങ്ങൾ അനുവാചകനെ പിടിച്ചു നിർത്തുന്ന വിധത്തിലാണ് ഈ ഹാഗോപ്പിൽ അദ്ദേഹം വരച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മരുഭൂമിയെ അദ്ദേഹം വളരെ ശക്തമായ ഒരു നിരീക്ഷണ പാടവം, മരുഭൂമിയോടുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാടവം ഈ പുസ്തകത്തിൽ തെളിയുന്നുണ്ട്. അത് മരുഭൂമിയെ അദ്ദേഹം തട്ടുകളായി തിരിക്കുന്നുണ്ട്. ഒരു ചെറിയ മരുഭൂമി, കുറച്ചുകൂടി കട്ടിയുള്ള മരുഭൂമി, വളരെ കടുത്ത നിലയിൽ ഉള്ള മരുഭൂമി, അതായത് ഭൂമിയുടെ പ്രകൃതിയുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന ഈ റൂബൽ ഹാലി, എംറ്റി ക്വാർട്ടറൊക്കെ പോലെ, അത് വിൽഫ്രഡ് തെസീഗറിൻ്റെയൊക്കെ കൃതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ടത്. ചില പ്രദേശങ്ങൾ സഞ്ചരിക്കുമ്പോൾ സൗദി അറേബ്യയുടെ ഭാഗത്താണ് എംറ്റി ക്വാർട്ടർ കിടക്കുന്നത്. അവിടെ ഭൂപ്രകൃതി തന്നെ കാലാവസ്ഥ മാറ്റിക്കളയുന്നു. ഇതിൽ വളരെ ആലങ്കാരികമായി നല്ല പുതിയ കുറേ ചമൽക്കാരങ്ങൾ ഈ രചനയിൽ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു വളരെ നിലവാരമുള്ള ഒരു കഥയാണ്, വളരെ സവിശേഷമായ സ്വഭാവമുള്ള ഒരു കഥയാണ് ഹാഗോപ്പ് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് അതൊരു ആനന്ദകരമായൊരു വായനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ കുറേ കഥാപാത്രങ്ങൾ, അതായത് ഹാഗോപ്പ് എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ, അതുപോലെ ലബ്ബ എന്ന് പറയുന്ന അതിൻ്റെ ഉടമ, പുരോഹിത്, സൈറ, പിന്നെ കഥാകാരൻ തന്നെ മറ്റേ ഇതിൽ കഥയിൽ വേറൊരാളായി ഒരു നമ്മൾ തന്നെ സ്വയം കഥാകാരൻ തന്നെ ഒരു കഥാപാത്രമാകുന്നു. അതോടൊപ്പം വായനക്കാരൻ തന്നെ ആ കഥാപാത്രമായി പരിണമിക്കുകയും ചെയ്യുന്നു. അത്തരം ഒരു രസതന്ത്രം ഈ കഥാപാത്രം ശരിക്കും നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഒരു അദൃശ്യനായ ഒരു കഥാപാത്രം, അത് ഈ കഥയുടെ ഒരു വൈശിഷ്ട്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കഥാപാത്രത്തെ വെച്ച് വളരെ വിശേഷപ്പെട്ട ഒരു തലത്തിലേക്ക് വായനക്കാരനെ പുതിയ അനുഭവത്തിലേക്ക് ഇത് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതുപോലെ ചില നമ്മുടെ മനസ്സിലൊക്കെ മുറിപ്പെടുത്തുന്ന, നേരത്തെ രമേശേട്ടൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, മുറിപ്പെടുത്തുന്നുണ്ട് ഈ ഹാഗോപ്പ് എന്ന കഥ. തീർത്തും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള വേദന വായിക്കുന്ന ഓരോ ആളുകൾക്കും ശരിക്കും അനുഭവപ്പെടും. അതുപോലെ തന്നെ കഥാകാരൻ തുളുമ്പിപ്പോകാത്ത ഒരു ചഷകമാക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ പിടിവിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. കഥ പറയുമ്പോഴും സൃഷ്ടികൾ നടത്തുമ്പോഴൊക്കെ വായനക്കാരനെ കൂടെ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും നിയന്ത്രണം വിട്ടു പോകുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട്. പലരും നിലമറന്നു പോകുന്ന, അത് കൈയടക്കമുള്ള എഴുത്തുകാർക്കാണ് അതിനെ കൃത്യമായിട്ട് ആ ലൈൻ ഓഫ് കൺട്രോളിലൂടെ കൊണ്ടുപോകാൻ കഴിയും. അത് തീർച്ചയായിട്ടും അദ്ദേഹം ഭംഗിയായിട്ട് ഇതിൽ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ ഈ ഹാഗോപ്പിനെ പോലെ തന്നെ നമ്മെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ആത്മഹത്യകളുടെ നഗരം എന്ന രണ്ടാമത്തെ കഥ. അത് തീർച്ചയായിട്ടും മറക്കാനാവാത്ത മറ്റൊരു അനുഭവം തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതിലെ ചില
കൊട്ടേഷൻസ് നമ്മളെയൊക്കെ മനസ്സിലിങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഇച്ഛായൻ അറിയോ ഞങ്ങളിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. നിങ്ങൾക്ക് നാട്ടുകാരുടെ വിചാരം മാത്രമേ ഉള്ളൂ, എന്നെ മക്കളെയും പറ്റി വല്ല വിചാരമുണ്ടോ? അത് പ്രവാസ ജീവിതത്തിൽ ഒരുപാട് പൊതുപ്രവർത്തകർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുണ്ട്. അവർ